ഹലോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് സിമ്പിളായിട്ട് കട്ട്ലറ്റ് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. അതിനായിട്ട് ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളൻകിഴങ്ങ് ഇതുപോലെ അങ്ങ് ഉടച്ചു കൊടുക്കുക. പിന്നെ ചൂടായ പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് സവാള, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്തിട്ട് ഒന്നിങ്ങ് വഴറ്റിയെടുക്കുക. ഉപ്പിടാൻ മറന്നുപോയി, ഉപ്പിട്ടിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. ഉള്ളിയൊക്കെ സോഫ്റ്റായി വരുമ്പോൾ കുറച്ച് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് ഷ്രെഡ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഇതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കുക. ചൂടാറി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ വേവിച്ചുടച്ച് വെച്ചിട്ടുള്ള പൊട്ടറ്റയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ചെറുതായി കട്ട് ചെയ്ത മല്ലിയിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. അതിനുശേഷം കയ്യിൽ വെച്ചിട്ട് ഈ ഒരു ഷേപ്പിൽ പരത്തിയെടുക്കുക. പിന്നെ ഒരു ബൗളിൽ 2 മുട്ട, കുറച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് മാറ്റി വെക്കുക. വേറൊരു ബൗളിൽ കുറച്ച് ബ്രെഡ് ക്രംസും എടുത്തിട്ടുണ്ട്. എന്നിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള കട്ട്ലറ്റ് ആദ്യം എഗ്ഗിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ എല്ലാ കട്ട്ലറ്റും കോട്ട് ചെയ്തെടുത്തിട്ട് ഇനി ചൂടായ എണ്ണയിൽ തിരിച്ചു മറിച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ കട്ട്ലറ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആകെ നല്ല സോഫ്റ്റും പുറം നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ, ബൈ.